സത്യത്തിൽ തിലക് വർമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത്? ലോകകപ്പിന് എക്സ്പാക്ടർ ആകുമെന്ന് കരുതിയിരുന്ന തിലകിന്റെ മെല്ലെപ്പോക്ക് ബാറ്റിംഗും അനാവശ്യമായ നങ്കൂര മെഡലും ടീം ഇന്ത്യയെ ഇപ്പോൾ പിന്നോട്ട് വലിക്കുന്നുണ്ടോ? നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം, ശുഭ്മാൻ ഗില്ലിനെ ഈ ലോകകപ്പ് ടീമിൽ നിന്നും മാറ്റി നിർത്തുമ്പോഴുള്ള പ്രധാനപ്പെട്ട വാദം ഈ ടീമിൽ ഗില്ലിന്റെ റൺ എ ബോൾ ആങ്കറിംഗ് ഇന്നിംഗ്സിന്റെ ആവശ്യം ഇല്ല എന്നതായിരുന്നു. ടീമിൽ 8 പേരും ബാറ്റർമാരായതിനാൽ ആങ്കറിംഗേ വേണ്ട, തുടക്കം മുതലേ അടിച്ചു കളിക്കുക, ഇന്റൻഷൻ കാണിക്കുക, 200+ സ്കോർ പടുത്തുയർത്തുക, ഇതായിരുന്നു ആ സമയത്തെ സ്വപ്നം. എന്നാൽ ലോകകപ്പിലാവട്ടെ തിലക് വർമ്മ കളിക്കുന്ന ഇന്നിംഗ്സുകളൊക്കെയും ശുഭ്മാൻ ഗിൽ കളിച്ചുകൊണ്ടിരുന്ന സെയിം ഇന്നിംഗ്സുകളാണ്. ഇങ്ങനെയാണെങ്കിൽ ഗില്ലിനെ പുറത്താക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ഇപ്പോൾ ആരാധകരുടെ ചോദ്യം. പ്രധാനമായും ലോകകപ്പിന് മുമ്പ് അപാര ഇന്നിംഗ്സിനോടെ കളിച്ച തിലക് ലോകകപ്പിലേക്ക് എത്തി നിൽക്കുമ്പോൾ തപ്പിത്തടയുന്ന നിലയിലാണ് കാഴ്ചകൾ. ആ ഇന്നിംഗ്സ് ആക്സിലറേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് നിർണായക സമയങ്ങളിൽ പോലും ആവുന്നില്ല എന്നതാണ് നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെയും കണ്ടത്. അതല്ലെങ്കിൽ തിലക് അതിന് ശ്രമിക്കുന്നുമില്ല. ഇന്ത്യയുടെ 3 ടോപ്പ് ഓർഡർ ബാറ്റേഴ്സും ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ് എന്നതിനാൽ അവരെ ഓഫ് സ്പിന്നേഴ്സ് എക്സ്പോസ് ചെയ്യുന്നു എന്നും ചിലപ്പോഴെങ്കിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അഭിഷേക് ശർമ്മയുടെ കേസിലും തിലകിന്റെ കേസിലും ഇത് സത്യമാണ് താനും. അതിനാൽ തന്നെ ഇനിയെങ്കിലും വരും മത്സരങ്ങളിൽ സൂര്യകുമാർ യാദവ് സ്ഥാനക്കയറ്റം നേടിക്കൊണ്ട് 4-ൽ നിന്നും 3-ാം സ്ഥാനത്തേക്ക് എത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ ദിനം ജയിച്ചെങ്കിലും T20 ലോകകപ്പിൽ ഇന്ത്യൻ കുപ്പായത്തിൽ വീണ്ടും ഒരു സ്ലോ ഇന്നിംഗ്സുമായി നിരാശപ്പെടുത്തുകയായിരുന്നു യുവ ഓൾറൗണ്ടറായ തിലക് വർമ്മ. നെതർലാൻഡ്സുമായുള്ള കളിയിൽ 31 റൺസാണ് തിലകിന് നേടാനായത്. പക്ഷേ ഇതിനായി അദ്ദേഹം 27 പന്തുകളാണ് നേരിട്ടത്. 3 4-ഉം 1 6-ഉം അടക്കമാണിത്. പക്ഷേ വെറും 114.81 മാത്രമാണ് അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ്. സ്ട്രൈക്ക് റേറ്റ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. 20-30കളിൽ ഈ ടൂർണമെന്റിൽ പുറത്താകുന്ന പതിവ് തുടർച്ചയായി 4ാമത്തെ കളിയിലും അദ്ദേഹം തെറ്റിക്കുകയായിരുന്നില്ല എന്ന് തന്നെ പറയാം ഈ നെതർലാൻഡ്സിനെതിരെയുള്ള ബാറ്റിംഗ് കാണുമ്പോൾ. സൂര്യകുമാർ യാദവിന് കീഴിൽ വളരെ അഗ്രസീവായ ഒരു ശൈലി ഇന്ത്യൻ ടീം പിന്തുടരുകയാണ്. തിലക് തീർത്തും വ്യത്യസ്തമായ ശൈലിയിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. തിലകിന്റെ ഈ സ്ലോ ബാറ്റിങ്ങിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് തിലക് വർമ്മ. നമുക്കറിയാം, കഴിഞ്ഞ 3 വർഷമായി T20യിലെ അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് വെറും 115 മാത്രമാണ് എന്ന് പറയുന്നവരുമുണ്ട്. IPL ഒരു തവണ സ്ലോ ഇന്നിംഗ്സ് കളിച്ചത് കാരണം മുംബൈ ഇന്ത്യൻസ് ബാറ്റിങ്ങിനിടെ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ച ചരിത്രവുമുണ്ട്. ഈ ലോകകപ്പിലാവട്ടെ 6 പന്തിൽ 5 റൺസ്, 25 പന്തിൽ 21 റൺസ്, 24 പന്തിൽ 25 റൺസ്, 28 പന്തിൽ 31 റൺസ്. ഇങ്ങനെയാണ് തിലകിന്റെ സ്കോറുകൾ. ആ 25 റൺ കേഴ്സ് അത് തീർച്ചയായും ലാക്ക് ഓഫ് ഇന്റന്റ് ആണ് എന്ന് തന്നെ പറയാം. പവർ പ്ലേയും മിഡിൽ ഓവർ മൊമെന്റവും ഒക്കെ ഏറ്റവും പ്രധാനമായ ഒരു കാലത്ത്, ഒരു ഫോർമാറ്റിൽ അദ്ദേഹം ഒരു അൺഇംപാക്ട്ഫുൾ ക്യാമിയോകളുടെ ഉസ്താദായി മാറുന്നു എന്ന തരത്തിലാണ് തിലകിന്റെ ഇപ്പോഴത്തെ ഇന്നിംഗ്സുകൾ. ഇനി ഒരു പക്ഷേ അടുത്ത മത്സരത്തിൽ അദ്ദേഹം റണ്ണെടുക്കാൻ ഇതുപോലെ ആക്സിലേറ്റ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ഒരു 40 പന്തിൽ 50യുമായി ടീമിൽ തുടരാനുള്ള ശ്രമങ്ങളും നടത്തുമായിരിക്കാം. ഏതായാലും ഇതുവരെയുമായി അഗ്രസീവായി ഒരു സ്കോർ പോലും ഈ ലോകകപ്പിൽ എടുത്തു കാണിക്കാൻ തിലകിനില്ല. 120 എന്ന ആ ഒരു സ്ട്രൈക്ക് റേറ്റ് അദ്ദേഹത്തിന്റെ പ്രഹരശേഷി വലിയൊരു വിഷയമായി നിൽക്കുകയാണ്. 3-ാം നമ്പർ പോലെയൊരു നിർണായക പൊസിഷനിൽ ഇറങ്ങിയ ശേഷം ഈ തരത്തിലുള്ള ഇന്നിംഗ്സ് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇന്ത്യയിലെ ഫ്ലാറ്റ് പിച്ചുകളിൽ പോലും തിലക് വർമ്മയ്ക്ക് വേഗത്തിൽ സ്കോർ ചെയ്യാൻ ആവുന്നില്ല എന്നത് പരിതാപകരമാണ്. സൂപ്പർ 8ലെ വമ്പൻ പോരാട്ടങ്ങളിൽ തിലകിൽ നിന്നും കൂടുതൽ സംഭാവനകൾ തീർച്ചയായും ആവശ്യമാണ് എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ വിവിധ പ്രതികരണങ്ങൾ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. T20 ലോകകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ കഴിഞ്ഞിട്ടും ഇന്ത്യൻ കുപ്പായത്തിൽ ഇനിയും അക്കൗണ്ട് തുറന്നിട്ടില്ലാത്ത വെടിക്കെട്ട് ഓപ്പണർ അഭിഷേക് ശർമ്മയ്ക്കെതിരെയുള്ള വിമർശനങ്ങൾ പലയിടത്തു നിന്നും ഉയർന്നു വരുന്നതിനിടയിൽ ഇന്ത്യ ജയിക്കുന്നത് കൊണ്ട് മാത്രം വിമർശനങ്ങൾ ഏറ്റുവാങ്ങാതെ രക്ഷപ്പെട്ടു പോവുകയാണ് ഇപ്പോൾ തിലക്. ശ്രേയസ് അയ്യരെ പോലൊരു താരത്തിന്റെ പകരമാണ് അദ്ദേഹം ടീമിൽ ഇടം പിടിച്ചതെന്നുകൂടി ഇവിടെ ഓർക്കേണ്ടിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ പലരും അദ്ദേഹത്തെ ടുക് ടുക് ബാറ്റർ എന്നൊക്കെ വിളിച്ച് പരീക്ഷിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സൂപ്പർ 8 യോഗ്യത നേടിയ സാഹചര്യത്തിൽ ഇനി സഞ്ജുവിനെ പോലെ ആക്രമിച്ചു കളിക്കുന്ന, ഇന്റൻഷനോടെ കളിക്കുന്ന ഒരു താരത്തിന് അവസരം നൽകേണ്ടതായിരിക്കും എന്ന തരത്തിലുള്ള വാദിക്കുന്നവരുമുണ്ട്. മാത്രമല്ല, ലോകകപ്പിൽ അവസരം ലഭിച്ച ഒരു മത്സരത്തിൽ നമുക്കറിയാം 8 പന്തുകൾ മാത്രം നേരിട്ട് സഞ്ജു സാംസൺ 22 റൺസും നേടിയിരുന്നു നമീബിയക്കെതിരെയുള്ള ആ മത്സരത്തിൽ. പിന്നീട് അഭിഷേക് പരിക്ക് മാറി തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടമാവുകയും ചെയ്തു. എങ്കിലും അപ്പോഴും തിലകിന്റെ കാര്യത്തിൽ ചർച്ചകളോ മറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ തുടർച്ചയായി 4ാമത്തെ മത്സരവും ഇന്റൻഷൻ ഇല്ലാതെ കടന്നുപോയ ഈ അവസരത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെയും വരുന്നത്. തിലക് തീർച്ചയായും നമുക്കറിയാം കഴിവുള്ള ഒരു താരം തന്നെയാണ്. നമുക്കറിയാം 2022 IPL സീസണിൽ തകർന്നടിഞ്ഞ മുംബൈയുടെ നിരയിലെ ഫോമിന്റെ ഒരു കൈനാളമായിരുന്നു ആ സമയത്ത് തിലക് വർമ്മ.
2022 IPL 14 ഇന്നിംഗ്സിൽ നിന്നും അദ്ദേഹം നേടിയത് 397 റൺസായിരുന്നു. അതിനുശേഷം 2023 IPL ആദ്യ മാച്ചിലും തിലകിന്റെ ഒരു വെടിക്കെട്ട് ഇന്നിംഗ്സ് ഉണ്ടായിരുന്നു. 46 പന്തിൽ 84 റൺസ് നേടിയ IPL ആദ്യ മത്സരത്തിൽ 2023 IPL ആദ്യ മത്സരത്തിലെ ഇന്നിംഗ്സ്. മുംബൈയുടെ മറ്റു ബാറ്റ്സ്മാൻമാരെല്ലാം ചേർന്ന് 74 പന്തിൽ 76 റൺസാണെന്ന് നേടിയത്. ഇവിടെയായിരുന്നു 46 പന്തിൽ 84 റൺസുമായി തിലക് അന്ന് ആ മത്സരത്തിൽ കയ്യടി നേടിയത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അതുവരെയും കളിക്കാത്ത ഒരു താരമായിരുന്നു അത്തരമൊരു വെടിക്കെട്ട് കാഴ്ചവെച്ചതെന്നാണ് അന്ന് എല്ലാവരും എടുത്തു പറഞ്ഞ കാര്യം. അതിനൊപ്പം തന്നെ അതൊക്കെയും നമ്മുടെ ഓർമ്മകളിലുണ്ട്. അണ്ടർ 19 ലോകകപ്പിലൂടെ ശ്രദ്ധ നേടിയ IPL കഴിഞ്ഞ 3-4 സീസണുകളിലായി മുംബൈക്കായി നടത്തുന്ന വെടിക്കെട്ടുകൾ ഒക്കെ വഴിയാണ് തിലക് ശ്രദ്ധിക്കപ്പെട്ടത്. മികച്ച ഇടംകൈയ്യൻ ബാറ്റ്സ്മാനെ തേടുന്ന ഇന്ത്യക്കായുള്ള ഒരു ഉത്തരമായിരുന്നു ആ സമയത്ത് തിലക്. പൊള്ളാർഡിനെ പോലുള്ള ഒരു വലിയ താരത്തിന്റെ അഭാവം തിലകിന്റെ പ്രസൻസ് കൊണ്ട് നികത്താമെന്നാണ് ആ സമയത്ത് മുംബൈ ആരാധകരൊക്കെയും കരുതിയിരുന്നത്. അതുപോലെ തിലകിന്റെ ഇന്റൻഷനും അഗ്രഷനും ഒക്കെ ആ സമയത്ത് ചർച്ചാ വിഷയമായിരുന്നു. ഇന്ത്യക്കായി നിരവധി 2020 മത്സരങ്ങളിൽ സ്വതസിദ്ധ ശൈലിയിൽ ആഞ്ഞടിക്കുന്ന തിലകിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതായാലും വരും മത്സരങ്ങളിലെങ്കിലും തിലക് തന്റെ ശക്തി അറിഞ്ഞ് കളിക്കുമെന്ന് പ്രതീക്ഷിക്കാം.